പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 8-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഒരു വീക്കെൻഡിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ദിനം നമുക്ക് ഏവർക്കും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സംഖ്യാ പുസ്തകം 27-ാം അധ്യായം 18-19 വാക്യങ്ങൾ. നമ്പേഴ്സ് ചാപ്റ്റർ 27 വേഴ്സ് 18 and 19 നാം ഇപ്രകാരം വായിക്കുന്നു. യഹോവ മോശയോട് കൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായി യോശുവയെ വിളിച്ച് അവന്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലയാസറിന്റെയും സർവസഭയുടെയും മുൻപാകെ നിർത്തി അവർക്കാകെ അവന് ആജ്ഞ കൊടുക്കാം. മോശ 120 വയസ്സോട് അടുത്തിരിക്കുന്നു. മോശയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗങ്ങൾ ദൈവം പൂർത്തിയാക്കുന്നു. അതിന്റെ അവസാന ഭാഗം എന്ന വണ്ണം ദൈവം മോശയോട് പറയാണ്, നീ അബാരീം മലയിൽ മൗണ്ട് നെബോ കയറി ഞാൻ ഇസ്രയേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന കനാൻ ദേശം കാണുക. അതിനുശേഷം നിന്റെ സഹോദരനെ പോലെ നീയും ജനത്തോട് ചേരും. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം നേരിട്ട് മോശയുടെ അന്ത്യത്തിലേക്ക് എത്തി എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ മോശയ്ക്ക് മക്കളെക്കുറിച്ചോ മറ്റൊന്നിനെ കുറിച്ചുമല്ലായിരുന്നു ഭാരം. മോശ പറയുകയാണ്, ദൈവമേ, ഈ ജനം, ഈ സഭ ഇടേനില്ലാത്ത ആടുകളെ പോലെ ആയിത്തീരാതെ വണ്ണം ഇവർക്ക് മുൻപടയും പിൻപടയും നടന്ന് ഇവരെ നയിക്കത്തക്കവണ്ണം ഒരാളെ നിയമിക്കണം. ഇതിന്റെ മറുപടിയാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 18-19 വാക്യങ്ങൾ. തമ്പുരാൻ പറയുകയാണ്, മോശയെ, എന്റെ ആത്മാവുള്ള നൂന്റെ മകനായ യോശുവേ പുരോഹിതനായ എലയാസറിന്റെയും മറ്റു മൂപ്പന്മാരുടെയും മുമ്പിൽ നീ കൂട്ടിവരുത്തിയിട്ട് അവന്റെ മേൽ കൈവെക്കണം എന്ന് പറഞ്ഞാൽ അവനെ ആ വലിയ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണം, അനുഗ്രഹിക്കണം. എന്നിട്ട് നീ അവന് വേണ്ട ആജ്ഞ കൊടുക്കണം. ഈ 2 വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ദൈവത്തിന് ഇസ്രായേൽ ജനത്തെക്കുറിച്ചും യോശുവയെക്കുറിച്ചുമുള്ള പദ്ധതി എത്ര വലുതാണ്. പറയാണ്, എന്റെ ആത്മാവുള്ള. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ അടുത്ത തലമുറയെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം ഇത് പറയുമോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം, ഏറ്റവും നല്ല സൗകര്യങ്ങൾ, എല്ലാ നന്മയും ഒരുക്കി കൊടുക്കുമ്പോൾ ദൈവവചനം, ദൈവത്തിന്റെ ആത്മാവ് എന്നിവയാൽ അവർ നിറയുന്നുണ്ടോ, അവരിൽ ഇത് സമ്പുഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. അതായത് അവര് നമ്മുടെ കൂടെ പള്ളിയിൽ പോകുന്നുണ്ടോ, അല്ലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നുണ്ടോ, നോമ്പ് നോക്കുന്നുണ്ടോ, സ്തോത്രകാഴ്ച ഇടുന്നുണ്ടോ, ജോലിയുള്ളവരാണെങ്കിൽ ദശാംശം കൊടുക്കുന്നുണ്ടോ, ഇത് മാത്രം നോക്കിയാൽ പോരാ. അവർ വ്യക്തിപരമായി ദൈവവുമായിട്ട് ബന്ധമുണ്ടോ, അവരിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണോ? നമ്മൾ ഈ കഴിഞ്ഞ 1 മാസമായി പത്രമാധ്യമങ്ങളിൽ കണ്ടുവരുന്നത് നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളിൽ പോലും ദൈവത്തിന്റെ ആത്മാവിന് പകരം
അന്ധകാര ശക്തിയുടെ വലിയ സ്വാധീനം, ഈവിൾ വർഷിപ്പ്, സാത്താന്യ ആരാധന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൽ പെടുകയാണ്. മാതാപിതാക്കൾ ഉറങ്ങിപ്പോകരുത്. കുഞ്ഞുങ്ങളെ ജസ്റ്റിഫൈ ചെയ്യരുത്. അവരിൽ ഏതാത്മാവാണ് വസിക്കുന്നതെന്ന് മാതാപിതാക്കൾ നിശ്ചയമായും അവരുടെ പിന്നാലെ ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തണം. 3 നേരത്തിന് 4 നേരം ഭക്ഷണവും അവർ ചോദിക്കുന്നതും നല്ല വാഹനവും വസ്ത്രവും ഉന്നത വിദ്യാഭ്യാസവും മാത്രം കൊടുത്താൽ പോരാ. അവരിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടത് പേരൻസിന്റെ ഉത്തരവാദിത്തമാണ്. അല്ല എങ്കിൽ നമ്മൾ ഈ ദിനങ്ങളിൽ പത്രങ്ങളിൽ വായിച്ചതുപോലെ അവരിൽ ഒരാളായി മാറിപ്പോകുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുകയില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവല്ല എങ്കിൽ പിന്നെ ഏതാത്മാവാ? ദുരാത്മാവ്, പിശാചിന്റെ ആത്മാവ്. അതവരെ അന്ധകാരത്തിന്റെ ശക്തിയുടെ വലിയ പദ്ധതിയിലേക്ക് നയിക്കും. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആകരുത്. അതിന്നത്തെ വാഗ്ദത്ത വചനം വളരെ ശക്തമായി നമ്മളോട് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ അവന്റെ മേൽ കൈവെക്കണം, അവനെ അനുഗ്രഹിക്കണം, പുതിയ നിയോഗത്തിനായി അവന് ആജ്ഞ കൊടുക്കണം. പ്രിയമുള്ളവരെ, വളരെ സ്നേഹത്തോടെ ഈ അതിരാവിലെ ഞാൻ എൻ്റെ മാതാപിതാക്കളോട്, ശുശ്രൂഷകരോട്, മുതിർന്ന എൽഡേഴ്സ് ആയിട്ടുള്ള ദൈവമക്കളോട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന കുഞ്ഞുങ്ങളെ, നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങളെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ചെറിയ ചെറിയ പിഴവുകളോ ടീനേജിന്റെ വീഴ്ചകളോ പോരായ്മകളോ ഒക്കെ ഉണ്ടായേക്കാം. അതവർക്ക് ബോധ്യപ്പെടുത്തി തിരുത്തി അവരെ കൈവച്ച് അനുഗ്രഹിക്കണം. അവർക്ക് മേൽ ഒരു വലിയ നിയോഗമുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ദൈവത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. മോശയുടെ കൈക്ക് വെള്ളമൊഴിച്ച് നടന്ന ഈ യോശുവയെ സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ തിരഞ്ഞെടുക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് യോശുവയിലുണ്ട്. അതെ, ദൈവപുരുഷനായ, പ്രവാചകനായ, ദൈവത്തിന്റെ സ്നേഹിതനായ മോശയുടെ കരം വെച്ച് യോശുവയെ അനുഗ്രഹിച്ച് ഒരു പുതിയ നിയോഗം ഏൽപ്പിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അവർ ഏത് ക്ലാസ്സിലോ അല്ലെ പ്രൊഫഷണൽ സ്റ്റഡീസോ വിദേശത്തോ കുടുംബജീവിതത്തിലോ ഒക്കെ ആയിക്കൊള്ളട്ടെ, ഇന്ന് രാവിലെ ഈ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഭാ ശുശ്രൂഷകരെ, മുതിർന്ന ദൈവജനമേ, നിങ്ങൾ ഈ മക്കളെ എല്ലാം ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. യോശുവയെ പോലെ പുതിയ നിയോഗത്തിലേക്ക് കടന്നു വരട്ടെ. നമുക്ക് വഴക്കു പറയാനും ഒറ്റപ്പെടുത്താനും തള്ളിക്കളയാനും ശാപവാക്കുകൾ പറയാനും എളുപ്പമാണ്. പക്ഷേ അവരെ ചേർത്ത് പിടിക്കുവാൻ, കൂടെ കൂട്ടുവാൻ, അവരെ സ്നേഹിക്കുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. അതിന് നാം തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുമ്പോൾ ദൈവം അവരിൽ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്യും. ഈ യോശുവയാണ് ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുവാനിടയാക്കിയത്. ഈ യോശുവയിൽ കൂടെയാണ് കനാൻ ദേശം ഇസ്രായേൽ ജനത്തിന് വിഭാഗിച്ചു കൊടുത്തത്. ദൈവനിയോഗം എത്ര അനുഗ്രഹമായി യോശുവയിൽ നിറവേറി. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും ഒരു വിധത്തിലും നശിച്ചു പോകേണ്ടവരല്ല. നാം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ ആകരുത്. പിന്നീട് അവൻ ഏറെ കരഞ്ഞിട്ടും ഏറെ അധ്വാനിച്ചിട്ടും അത് മടക്കി ലഭിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട്
നമ്മുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തെ പിശാച് കൊണ്ടുപോകരുത്. അതിനെന്തു വേണം? ദൈവത്തിന്റെ ആത്മാവ് അവരിൽ വസിക്കണം. മാതാപിതാക്കളെ നാം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ നെറുകയിൽ, നെറ്റിമേൽ, തലമേൽ, അവരുടെ തോളിൽ ഹല്ലേലൂയ ആശ്ലേഷിച്ച് അവരെ അനുഗ്രഹിക്ക്. അവരെ ദൈവം മാനിക്കട്ടെ. ദൈവിക നിയോഗം അവരുടെ മേൽ വരട്ടെ. ഞാൻ വളരെ വേദനയോടെയാണ് ഇത് പറയുന്നത്. പ്രിയമുള്ളവരെ, 30, 40, 50 കഴിഞ്ഞ നമ്മളിനി ശരിയായിട്ടൊന്നും കാര്യം നേടാനില്ല. നമ്മുടെ വരും തലമുറ ദൈവാത്മാവിനാൽ നിറയപ്പെടണം. എങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവ് വരെ ദൈവകൃപയോടെ ജീവിപ്പാൻ കഴിയുകയുള്ളൂ. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് അതിവേഗം ഓടുമ്പോൾ ഇന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വേണം. അതെ, ആ വലിയ നിയോഗം പ്രാപിപ്പാൻ നമുക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാം. നമ്മിൽ കൂടെ നമ്മുടെ തലമുറയിലേക്ക് മോശയോട് ദൈവം പറഞ്ഞതുപോലെ മോശ യോശുവയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കാം. അവർ ദൈവത്തിന്റെ വലിയ ഭാരവാഹികളായി, പങ്കുകാരായി, ഗ്രഹവിചാരകന്മാരായി ദൈവമാക്കുന്ന അവസ്ഥയിൽ കർത്താവിനെ സേവിക്കട്ടെ. അങ്ങനെ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളാകട്ടെ. ആരും നഷ്ടപ്പെട്ടു പോകരുത്, ആരും അന്യപ്പെട്ടു പോകരുത്. എല്ലാവരും ദൈവകൃപയിൽ വരണം. ഇന്ന് ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ ഭവനത്തിലെ ഓരോ വ്യക്തികളും ദൈവത്തിന്റെ ആത്മാവുള്ളവരാകട്ടെ. ഓരോ വ്യക്തികളും ദൈവത്തിന്റെ കരങ്ങളാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ വ്യക്തികളും ദൈവ നിയോഗത്താൽ ശുശ്രൂഷയിൽ മുന്നേറി വരട്ടെ. അങ്ങനെ ദൈവരാജ്യത്തിന് കൊള്ളാകുന്ന മാനപാത്രങ്ങളായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് മാർഗദർശിയായി തീരട്ടെ. ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് അതുപോലെ പ്രവർത്തിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഓടുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഒരുക്കട്ടെ. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മാസത്തിന്റെ ഒരാഴ്ച വട്ടം കൂടെ ഞങ്ങളെ പരിപാലിച്ചു. അതാത് സ്ഥാനങ്ങൾ സുരക്ഷിതമായി കാത്തതിനായി സ്തോത്രം. മോശയോട് തന്റെ അന്ത്യനാളുകൾ അടുത്തുവെന്നും മരിക്കാറായെന്നും പറഞ്ഞപ്പോൾ മോശ ഭാര്യയെയോ മക്കളെയോ അവരുടെ സമ്പത്തോ അവരുടെ കാര്യങ്ങളിലോ അല്ല ഭാരപ്പെട്ടത്. തന്നെ ഏൽപ്പിച്ച ഇസ്രയേലിന് വലിയ സഭ ഇടയനില്ലാത്ത ആടുകൾ പോലെ ചെതറാതെ അവരെ നയിക്കുവാൻ ഒരാളെ നിയമിക്കണമെന്നുള്ള ആത്മഭാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ തലമുറ ഒരിക്കലും അലഞ്ഞു തിരിയുവാനിടയാകരുത്. ആ ഒരു വലിയ ആത്മഭാരം ഞങ്ങൾക്ക് നൽകണമേ. അതനുസരിച്ച് ഹല്ലേലൂയ യോശുവയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി മോശയോട് അറിയിക്കുകയും മോശ അത് പൂർത്തീകരിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ദൈവവേലയ്ക്കായി അവിടുത്തെ ആത്മാവിനാൽ ഒരുക്കണമേ. അപ്പാ, ഞങ്ങളുടെ പിതാക്കന്മാർ ഏന്തിയ ദൈവവചനം ഇരുന്നു പോകുവാൻ ഇടയാകരുത്. കർത്താവിന്റെ വരവ് വരെ ഞങ്ങളുടെ തലമുറയെ അത് ഏറ്റെടുക്കുവാൻ ഈ മാതൃകയുള്ള വലിയ ദീപശിഖ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുവിനെ ഇരുളിൽ പ്രകാശിപ്പിക്കുവാനിടയാക്കണമേ. ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ ഞങ്ങളത് പാലിക്കുവാൻ, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ തലമുറയ്ക്കുള്ള ഒരു വലിയ ദൈവിക നിയോഗം. അത് ഏറ്റെടുക്കാൻ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് തലമുറ ദൈവാത്മാവിനാൽ നിറയപ്പെടട്ടെ. ദൈവിക കൈവപ്പിനാൽ ശുശ്രൂഷയിലേക്ക് വരട്ടെ.
ദൈവരാജ്യത്തിന്റെ നല്ല വക്താക്കളായി തീരട്ടെ. അങ്ങനെ സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നിത്യതയുടെ തുറമുഖത്ത് യുഗായുഗങ്ങൾ തമ്പുരാനോട് ചേർന്ന് വസിപ്പാൻ കർത്താവ് നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.